അപ്പം നമ്മുടെ ഷൈൻകുട്ടൻ അവിടെ റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഷൈൻകുട്ടനെയും കൂട്ടി ഒറ്റ പോക്ക് പോയേക്കാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ശാന്തിഗ്രാം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ കുറച്ച് കൊച്ചു കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ഒരു ഭംഗി തന്നെയുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തങ്കമണിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ തങ്കമണിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ശാന്തിഗ്രാം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമമുള്ളത്. അപ്പോൾ ശാന്തിഗ്രാമിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും കൃഷിയൊക്കെ ചെയ്യുന്നത് അത് വാഴ കൃഷി, പിന്നെ ഏലം, പിന്നെ കുരുമുളക്, അതുപോലെ റബ്ബർ, അങ്ങനെയുള്ള കൃഷി രീതികളൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നെ നമ്മൾ മേളോട്ടങ്ങ് എന്ന് കഴിയുമ്പോൾ നമ്മുടെ ശാന്തിഗ്രാം സിറ്റി എത്താറായി. അപ്പോൾ അവിടെ ഒരു ഗ്രോട്ടയൊക്കെ ഉണ്ട്. പിന്നെ പഴയ കാലത്തെ ഓർമ്മയൊക്കെ പുതുക്കുന്ന പോലെ രീതിയിലുള്ള പഴയ കടകളൊക്കെ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നെടുങ്കണ്ടം പോകാൻ വേണ്ടിയുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ ശാന്തിഗ്രാം എന്ന് പറയുന്ന ബോർഡൊക്കെ മലർന്നൊക്കെ കിടക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെയും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അപ്പം ഇവിടെ ഇത് ശാന്തിഗ്രാം സിറ്റിയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി പോയി കഴിഞ്ഞാൽ ഇടിഞ്ഞമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്താം. അപ്പോൾ ഇടിഞ്ഞമലയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടയാളക്കല്ല് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ്. ഇപ്പം നമ്മൾ കാണുന്ന വഴി ഈ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നെടുങ്കണ്ടം ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. പിന്നെ നേരെ കിടക്കുന്ന വഴി കട്ടപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട് ശാന്തിഗ്രാം. അതാണ്ട് ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. നമ്മുടെ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയും. അപ്പോൾ ആ സ്കൂളിൽ ആനുവൽ ഡേ ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളൊക്കെ റോട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കട്ടപ്പനയ്ക്കാണ് നേരെ പോയത്. കട്ടപ്പനയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിർത്തിയൊന്നും എടുക്കാനുള്ള സമയവും കിട്ടിയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.